ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിലെ യൂണിറ്റ് 1 ഫിസിക്കൽ വേൾഡാണ്. ഇതിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് 4 തരം ഫണ്ടമെൻ്റൽ ഫോഴ്സസിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് വൺ ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ദെൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഈ 4 തരം ഫോഴ്സുകളെ കുറിച്ച് മാത്രമാണ് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഏറ്റവും എളുപ്പമുള്ള ഭാഗമാണിത്. അപ്പോൾ നമുക്ക് ഈ ഓരോ ഫോഴ്സുകളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്, ന്യൂട്ടൻ്റെ തലയിലേക്ക് ഒരു ആപ്പിൾ വന്ന് വീണു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആപ്പിൾ താഴേക്ക് വീണത് എന്നുള്ളൊരു ആലോചനയിൽ നിന്നാണ് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സൊക്കെ എന്നുള്ള കോൺസെപ്റ്റ് തന്നെ വന്നത്. ഇപ്പം നമ്മുടെ എർത്തിൽ നിന്ന് എന്ത് സാധനവും നമ്മൾ മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അത് താഴെ തന്നെയാണ് വന്ന് വീഴുന്നത്. അതേപോലെ ഏത് മരത്തിൽ നിൽക്കുന്ന മാങ്ങയാണെങ്കിലും ചക്കയാണെങ്കിലും എന്ത് വീണാലും അത് താഴെയാണ് വന്ന് പതിക്കുന്നത്. അതിനെല്ലാറ്റിൻ്റെയും ഒരൊറ്റ കാരണം എന്ന് പറയുന്നത് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. 2 ഒബ്ജക്ട്സ് തമ്മിലുള്ള മ്യൂച്വൽ അട്രാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. 2 ഒബ്ജക്ട്സുകൾ തമ്മിലുള്ള മ്യൂച്വൽ അട്രാക്ഷനെയാണ്, അതുമൂലമുണ്ടാകുന്ന ഫോഴ്സിനെയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇപ്പം നമ്മൾ 2 ഒബ്ജക്ട്സ് എടുത്തു. ഇത് ഒബ്ജക്റ്റ് നമ്പർ 1, ഇത് ഒബ്ജക്റ്റ് നമ്പർ 2. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇത്. ഈ ഒബ്ജക്റ്റിൻ്റെ മാസ്, ഒന്നാമത്തെ ഒബ്ജക്റ്റിൻ്റെ മാസിനെ ഞാൻ m1 എന്നെടുക്കുന്നു, രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ മാസിനെ m2 എന്നെടുക്കുന്നു. ഈ 2 ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിനെ സ്മോൾ ലെറ്റർ r ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 2 ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ന്യൂട്ടൺസിൻ്റെ ലോ, ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പ്രകാരം ഇവ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്ട്സ് ഓഫ് ദയർ മാസസ്, ദാറ്റ് ഈസ് m1 ഇൻറ്റു m2 ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദയർ ഡിസ്റ്റൻസ്. അവ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ ആ ഡിസ്റ്റൻസാണ് നമ്മൾ 6 എടുത്തിരിക്കുന്നത്, അതിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലായിരിക്കും. ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിനെയാണ് നമ്മളിവിടെ G എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്യാം. Fg വിച്ച് ഇസ് ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് G എന്നും കൂടെ വരുമ്പോൾ Fg ഇറ്റ് ഇസ് ഈക്വൽ ടു G ഇൻറ്റു m1 m2 ഡിവൈഡഡ് ബൈ r² എന്ന് പറയും. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഇതെന്താണ് എന്നുള്ളത് ഈ അധ്യായത്തിൽ പഠിക്കാനില്ല, പക്ഷേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പറയുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി മാത്രം ഇവിടെ മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. വരും ചാപ്റ്ററുകളിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് 2 ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള മ്യൂച്വൽ അട്രാക്ഷനാണ്, അതുമൂലം ഉണ്ടാകുന്ന ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് പോയിൻ്റ്, ഇതൊരു വീക്കസ്റ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ഫോഴ്സാണ്. സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് അല്ല, വീക്കായിട്ടുള്ളൊരു ഫോഴ്സാണ്. ദെൻ ഇത് ലോങ് റേഞ്ച് ആണ്. ലോങ് റേഞ്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ച് അകലെയുള്ള ഒബ്ജക്ട്സ് ആണെങ്കിലും അട്രാക്ഷൻ ഉണ്ടാകാം എന്നാണ് അർത്ഥം. അതാണ് ലോങ് റേഞ്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഷോർട്ട് റേഞ്ച് എന്താണ് എന്നുള്ളത് അടുത്ത് പറയും, അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, 2 ഒബ്ജക്ട്സുകൾ തമ്മിലുള്ള മ്യൂച്വൽ അട്രാക്ഷൻ്റെ ഫോഴ്സിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ലോ എന്ന് പറയുന്നത് ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്താണ് എന്ന് പറയുന്നതിന് മുന്നേ ഞാനിവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്താണെന്ന് പറയാണ്. കാരണം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാറ്റിക് എന്ന വേർഡ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, അതവിടെ റസ്റ്റിലാണ്, സ്ഥിരമാണ് എന്നാണ്. അതുകൊണ്ട് ഇവിടെ ഈ റസ്റ്റ് എന്നുള്ളൊരു വേർഡിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതാണ് ഈ സ്റ്റാറ്റിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഇലക്ട്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഈ ഇലക്ട്രിക് ചാർജസിനെ കുറിച്ചിട്ടാണ്. അതായത് ചാർജ്ഡ്
പാർട്ടിക്കിൾസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എന്താണ്, ചാർജ്ഡ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റിലായിരിക്കുന്ന രണ്ട് ചാർജ്ഡ് പാർട്ടിക്കിൾസുകൾ തമ്മിലുള്ള ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. എന്താണ്, റെസ്റ്റിലായിരിക്കുന്ന രണ്ട് ഇലക്ട്രിക് ചാർജസുകൾ തമ്മിലുള്ള ഫോഴ്സിനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതിന് ബേസിക് ആയിട്ടുള്ള ലോ വരുന്നത് കുളോംസ് ലോ ആണ്. നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് അടിസ്ഥാനമായിട്ടുള്ള ലോ എന്ന് പറയുന്നത് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ അടിസ്ഥാനമായിട്ട് വരുന്ന ലോയാണ് കുളോംസ് ലോ എന്ന് പറയുന്നത്. അതെന്താണ് എന്നുള്ളതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല ഈ ചാപ്റ്ററിൽ, എങ്കിലും ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നു. രണ്ട് ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എടുക്കുന്നു. അതാണ് ഒരെണ്ണം Q1 ഒരെണ്ണം Q2. അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് R എന്ന് മെൻഷൻ ചെയ്യുന്നു. സോ അങ്ങനെയാണെങ്കിൽ അവ തമ്മിലുള്ള ഫോഴ്സ് ഇസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഈ ചാർജുകളുടെ പ്രൊഡക്ട്സും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലും അവയുടെ ഡിസ്റ്റൻസുകൾ തമ്മിലുള്ള സ്ക്വയറിനെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലും ആയിരിക്കും. ഓക്കെ, ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ് ഇവിടെ എന്തെടുത്തിരിക്കുന്നത്, K എന്ന് എടുത്തിരിക്കുന്നത്. സോ ഇക്വേഷൻ വിൽ ബി F is equal to K into Q1 Q2 divided by R² എന്ന് വരും. കുളോംസ് ലോ എന്താണെന്ന് മെൻഷൻ ചെയ്തു എന്ന് മാത്രം, അതൊന്നും നമ്മളുടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ല, വരും ചാപ്റ്ററുകളിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് റെസ്റ്റിലുള്ള രണ്ട് ചാർജ്ഡ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സാണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്തായിരിക്കും, റെസ്റ്റിലുള്ളതായിരിക്കില്ല, പിന്നെന്തായിരിക്കും, അവ മൂവിങ് ആയിരിക്കും. മൂവിങ് ആയിട്ടുള്ള ഇലക്ട്രിക് ചാർജസിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ, ഇവിടെ കണ്ടോ, വേർഡ് കണ്ടോ നിങ്ങൾ, ഇലക്ട്രോ മാഗ്നറ്റിക് എന്നാണ്. സോ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസും കൂടെ അവിടെ വരുന്നുണ്ട്. മൂവിങ് ആയിട്ടുള്ള ഇലക്ട്രിക് ചാർജിനെ നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് വെച്ചാൽ റെസ്റ്റിലുള്ള രണ്ട് ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ ഫോഴ്സാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവിങ് ഇലക്ട്രിക് ചാർജിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഇത് ഒരു ലോങ് റേഞ്ച് ഫോഴ്സാണ്. നമ്മൾ മുമ്പും പറഞ്ഞു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ലോങ് റേഞ്ച് ആണ്. അഗെയിൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നതും ലോങ് റേഞ്ച് ഫോഴ്സാണ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനെ കുറിച്ച് ഈ രണ്ട് പോയിൻറ്റ്സ് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട ആവശ്യമുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്താണെന്ന് മെൻഷൻ ചെയ്തു എന്ന് മാത്രം. ഇനി മൂന്നാമത്തെ ഫോഴ്സാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്, നിങ്ങളൊരു ന്യൂക്ലിയസിനെ കുറിച്ച് പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കും. ആ ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയുള്ളത്, പ്രോട്ടോൺ ഉണ്ടായിരിക്കും, ന്യൂട്രോൺ ഉണ്ടായിരിക്കും, ശരിയല്ലേ? ഈ പ്രോട്ടോണിനും ന്യൂട്രോണിനും ഈ പറഞ്ഞ ന്യൂക്ലിയസിനകത്ത് ബൈൻഡ് ചെയ്ത് നിർത്തുന്ന ഫോഴ്സാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ന്യൂക്ലിയസിനകത്ത് ഈ പ്രോട്ടോണിനും ന്യൂട്രോണിനും ബൈൻഡ് ചെയ്ത് നിർത്തുന്ന, അവയെ അത്രയും മാത്രം ശക്തിയിൽ ബന്ധിപ്പിച്ച് നിർത്തുന്ന ഫോഴ്സാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ നിന്ന് വ്യക്തമാണ് അല്ലേ, എന്താണിത്, സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സാണ്. സ്ട്രോങ്ങസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോഴ്സാണ് ഇത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. മാത്രമല്ല ഇത് ഷോർട്ട് റേഞ്ച് ആണ്. എന്തുകൊണ്ടത് ഷോർട്ട് റേഞ്ച് ആണെന്ന് പറയാനുള്ള കാരണം, ഈ ന്യൂക്ലിയസിന് ഇപ്പോൾ എത്ര വലിപ്പമുണ്ട്, കമ്പാരിറ്റീവ്ലി ന്യൂക്ലിയസിന് വലിപ്പം കുറവാണല്ലേ. അതിനകത്ത് തൊട്ടടുത്ത് നിൽക്കുന്ന ഈ പ്രോട്ടോണിനും ന്യൂട്രോണിനെയാണ് ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത്രയ്ക്കും ഷോർട്ട് റേഞ്ച് ആണ്, അതായത് തൊട്ടടുത്ത് നിൽക്കുന്ന പാർട്ടിക്കിൾസിനെയാണ് ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്, പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ ഷോർട്ട് റേഞ്ച് ഫോഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ചാർജ് ഇൻഡിപെൻഡൻ്റ് ആണ്. എന്തുകൊണ്ട് ചാർജ് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത്, പ്രോട്ടോണിൻ്റെ ചാർജ് എന്താ, പ്രോട്ടോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് അല്ലേ. ന്യൂട്രോണ് ചാർജ് ഉണ്ടാ, ന്യൂട്രോണ് ചാർജ് ഇല്ല. അപ്പോൾ ഇത് ചാർജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ ഇത് ഒരുമിച്ച് നിൽക്കുന്നത്, ഒരിക്കലല്ല. ചാർജിനെ അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണത്തിന് ചാർജില്ല. ഇവിടെ ഫോഴ്സ് എന്ന് പറയുമ്പോൾ
ഏതൊക്കെ തമ്മിലാണ് വരണേ? പ്രോട്ടോണും ന്യൂട്രോണും മാത്രമാണോ? അല്ല, പ്രോട്ടോണും തമ്മിലുണ്ടാവും ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ന്യൂട്രോണും തമ്മിലുണ്ടാവും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ന്യൂട്രോണും തമ്മിലുണ്ടാവും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ ഇവിടെ ഒരിക്കലും ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ ഒരു കേസിൽ നിങ്ങൾ നോക്കിയേ, ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ രണ്ടിനും ചാർജ് ഇല്ല, പക്ഷെ അവർ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ രണ്ടിനും പോസിറ്റീവ് ചാർജാണ്, എങ്കിലും അവയ്ക്കൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഇവിടെ ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ ഒരെണ്ണത്തിൻ്റെ പോസിറ്റീവ്, ഒരെണ്ണത്തിന് ചാർജ് ഇല്ല. അപ്പോൾ ഇത് ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഫോഴ്സാണ്. അപ്പോൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിനകത്തുള്ള ന്യൂട്രോൺസും തമ്മിലുള്ള ഫോഴ്സാണിത്. അവയെ ബൈൻഡ് ചെയ്ത് നിർത്തുന്നതും ഈ ഫോഴ്സ് കാരണം കൊണ്ടാണ്. പേര് പോലെ തന്നെ സ്ട്രോങ്ങസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോഴ്സാണ്, ഒരു ഷോർട്ട് റേഞ്ച് ഫോഴ്സാണ്, ചാർജ് ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ഇനിയെന്ന് വെച്ചാൽ നമുക്ക് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ച് നോക്കാം. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഷോർട്ട് റേഞ്ച് ഫോഴ്സ് തന്നെയാണ്. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എലിമെൻ്ററി പാർട്ടിക്കിൾസാണ്. ഈ എലിമെൻ്ററി പാർട്ടിക്കിൾസ് എന്താണ് എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്കുണ്ടായിരിക്കും. അത് വരുന്ന ചാപ്റ്ററുകളിൽ നിങ്ങൾ പഠിക്കും. ഓക്കെ, ഈ ന്യൂട്രിനോ പോസിട്രോൺ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതാണ് എലിമെൻ്ററി പാർട്ടിക്കിൾസ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫോഴ്സാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഷോർട്ട് റേഞ്ച് ഫോഴ്സാണ്. പിന്നെ ഇത് സാധാരണ കാണപ്പെടുന്നത് നമ്മുടെ ബീറ്റ ഡീക്കെ പോലുള്ള ചില ന്യൂക്ലിയർ പ്രോസസ്സുകളിൽ മാത്രം കാണപ്പെടുന്നതാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ബീറ്റ ഡീക്കെ പോലെയുള്ള ചില ന്യൂക്ലിയർ പ്രോസസ്സിൽ കാണപ്പെടുന്ന ഫോഴ്സാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഇത് ഷോർട്ട് റേഞ്ച് ഫോഴ്സാണ്. എലിമെൻ്ററി പാർട്ടിക്കിൾസിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ആദ്യത്തെ യൂണിറ്റ്. ഫിസിക്കൽ വേർഡ് എന്ന് പറഞ്ഞാൽ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനായിട്ട് 4 തരം ഫോഴ്സുകളേ ഉള്ളൂ. അപ്പോൾ ഏതൊക്കെയായിരുന്നു 4 തരം ഫോഴ്സുകൾ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 2 ഒബ്ജക്ട്സുകൾ തമ്മിലുള്ള ഫോഴ്സ്. അതിനെ ബേസിക് ലോ എന്ന് പറയുന്നത് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷനാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു മൂവിങ് ചാർജ്ഡ് പാർട്ടിക്കിളിനെ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. നെക്സ്റ്റ് വൺ ഈസ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഒരു ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണും ന്യൂട്രോണും തമ്മിലുണ്ടാകുന്ന ഫോഴ്സാണത്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീറ്റ ഡീക്കെ പോലെയുള്ള ന്യൂക്ലിയർ പ്രോസസ്സിൽ മാത്രം കാണപ്പെടുന്ന ഫോഴ്സ്. ഓക്കെ, താങ്ക് യു. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.